ഇതാ മറ്റൊരു അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അശോകൻ ചെവിൽ സാറ് അതിനെ വേറൊരു രീതിയിലാണ് കണ്ടത്. അത് അഖിലിനെ പിന്തുണച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കേൾക്കാം. ഇത് ഈ പറയുന്നത് പോലെ ഈ വിമർശനങ്ങൾ ആവാം, പക്ഷെ അത് വിധിയെഴുത്താവരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്കാണ്. വിമർശനം ഉന്നയിക്കാൻ ആർക്കും അവകാശമുണ്ട്, പക്ഷേ ഇങ്ങനെ വിധി പ്രസ്താവിക്കരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കൽപ്പറ്റ മാഷ്ക്ക് അദ്ദേഹം നോവൽ എഴുതിയിട്ടുള്ള ആളാണ്. ഇത്രമാത്രം എന്ന് പറഞ്ഞ നോവലുണ്ട്. അപ്പോൾ ആ നോവലിന് വിമർശകന്മാരുണ്ടാവാം, ആ നോവൽ ആൾക്കാർ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവാം, അധികം ആൾക്കാരൊന്നും വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വിമർശിക്കുന്ന ആൾക്കാരുണ്ടാവാം. കൂടുതൽ വായിക്കപ്പെടുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ വായിക്കപ്പെടുന്നില്ല എന്നുള്ള നിലയ്ക്കൊന്നും നമുക്ക് എഴുത്തിനെ വിലയിരുത്താൻ പറ്റില്ല. അധികം ആൾക്കാർ വായിച്ചു എന്നുള്ളൊരു കുറ്റമല്ല. ഇപ്പോൾ ഈ നോവല് ഞാൻ നോക്കിയപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് കോപ്പികൾ ചിലവായിട്ടുണ്ട്. അതിപ്പോൾ ഒരു കുറ്റമായിട്ടാണ് പറയുന്നത്. അത് കുറ്റമായിട്ടോ ഗുണമായിട്ടോ പറയാൻ പറ്റില്ല. അഖിൽ കേട്ടല്ലോ, ഇപ്പോൾ അശോക് സാർ വേറൊരു രീതിയിലാണ് അതിനെ കാണുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത്തരം വിമർശനങ്ങളൊക്കെ വരുമ്പോൾ പിന്തുണച്ചുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം തന്നെ ഈ പുസ്തകം ആദ്യം ഇറങ്ങി ആ ദിവസം തൊട്ട് പിന്നീട് ഇങ്ങോട്ട് ഇതിൻ്റെ തന്നെ ഒരുപാട് പല അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അഖിലിനെ ഏറ്റവും സ്വാധീനിച്ച, അഖിലിന് വളരെ അന്ന് ഹുക്ക് ചെയ്ത പുസ്തകത്തെക്കുറിച്ചുള്ള നല്ല വർത്തമാനം എന്തായിരുന്നു? അത് ആരിൽ നിന്നായിരുന്നു? ഇത് ഒരു പെൺകുട്ടി പെട്ടെന്ന് മനസ്സിൽ വന്നതാണ്. ഒരു പെൺകുട്ടി പെൺകുട്ടിയുടെ പഠിപ്പിച്ച അധ്യാപിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കുട്ടിക്ക് കഥ വായിച്ചു കൊടുത്തിട്ടുണ്ട്, റാം കെയർ ഓഫ് ആനന്ദി. കുട്ടിക്ക് ഒന്ന് എന്നെ കണ്ടിട്ട് എന്റെ കയ്യിലൊന്ന് തൊടണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് ഭയങ്കര, കാരണം കുട്ടി അന്ധയാണ്, കുട്ടിക്ക് കണ്ണ് കാണില്ല. അപ്പൊ വായിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ഓഡിയോ ബുക്ക് ഒന്നും അവൈലബിളും അല്ല. അപ്പൊ അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ പെൺകുട്ടിക്ക് ഇതിന്റെ ഒരു സിഗ്നേച്ചർ കോപ്പി വേണം, ബുക്ക് കയ്യിൽ വേണം എന്നുള്ളൊരു ആഗ്രഹമുള്ളത് ഞാൻ അറിഞ്ഞപ്പോ ഞാനൊരു ബുക്ക് സെല്ലറിനെ സമീപിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രിവാൻഡ്രത്ത് കുട്ടീനെ ഹോസ്റ്റലിൽ ഇങ്ങനെ പുള്ളിയുടെ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട്, ബുക്ക് സെല്ലറാണ്, ഇങ്ങനെ ഒരു ബുക്ക് വന്നിട്ടുണ്ട് തരാൻ വന്നാന്ന് പറഞ്ഞിട്ട് പുറത്തിറക്കി. അപ്പൊ ഞാൻ ചെന്നിട്ട് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ചെന്നിട്ട് കയ്യിൽ പിടിച്ചപ്പോ കുട്ടി ഞെട്ടിപ്പോയി. അപ്പൊ ഉടനെ പാത്തുന്ന പേര്. അപ്പൊ ഉടനെ കുട്ടി ഞാനാണെന്ന് അറിഞ്ഞപ്പോ ആ കുട്ടി ഒരു ഒച്ചത്തിലൊന്ന് കാറി, അത്രയും സന്തോഷത്തോടു കൂടി. അപ്പൊ എന്റെ ഈ ബുക്ക് ഇത് അവാർഡ് കിട്ടിയപ്പോഴും ആ കുട്ടി എനിക്ക് മെസ്സേജ് അയച്ചു വോയിസ് ആയിട്ട്. അപ്പോ ആ കുട്ടിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ആ കുട്ടി എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ എന്റെ കയ്യിലൊന്ന് തൊടണമെന്ന് പറഞ്ഞു. ഞാൻ എന്നെ ഏട്ടാന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിച്ചു. ഇപ്പോഴും പുള്ളിക്കാരിയുടെ എല്ലാ അപ്ഡേഷനും അറിയിക്കും. അപ്പൊ എനിക്ക് ഇത് എഴുത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് വായനക്കാരല്ല, ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാര്, സഹോദരന്മാരാണ്. അപ്പോ അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു മൊമെന്റ്. യെസ്, അവസാനമായി ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ പുരസ്കാര ലബ്ധിക്ക് ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. എന്തായാലും ഈ സമയത്ത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരുപാട് പുതിയ രീതിയിലുള്ള കഥ പറയുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ നിമ്നയായാലും അഖിലായാലും വേറെ രീതിയിലാണ് കഥ പറയുന്നത്. അതിന് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഈ പുരസ്കാരം അത് ഈ യുവ സാഹിത്യകാരന്മാർക്ക് എത്രമാത്രം പ്രചോദനമാണ്? തീർച്ചയായിട്ടും. ഇപ്പോ ഇതിനു മുൻപ് അവാർഡ് കൊടുത്തിട്ടുള്ളതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. ഇതിനു മുൻപ് ഒരു യുവാവിനോ അല്ലെങ്കിൽ യുവതിക്കോ അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനും, ഇപ്പൊ ഞാൻ ചിലരോട് ഈ വിമർശനം ഉന്നയിക്കുന്നവർക്ക് ചോദിക്കും, ഇതിനു മുന്നേ കിട്ടിയിട്ടുള്ള അവാർഡുകൾ ഒരു 5 പറയാവോ, ഇതിനു മുന്നേ ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന്. അവർക്ക് പലർക്കും അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. കാരണം അഖിൽ പി ധർമ്മജന് ജനപ്രിയ സാഹിത്യത്തിന് അല്ലെങ്കിൽ ഇവര് പൈങ്കിളി എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കുന്ന സാധനത്തിന് കിട്ടിയപ്പോഴാണ് ഈ പ്രശ്നങ്ങളും ഇത്രയും പൊല്ലാപ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോ ഇനി മുന്നോട്ട് പോകുമ്പോ ഇനി വരുന്ന എഴുത്തിലേക്ക് വരുന്ന ആൾക്കാർക്ക് ഈ ഒരു അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ ജൂറി ആ ഒരു 3 പേരാണ് തീരുമാനിച്ചിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി അവരെ അറിയില്ല, പക്ഷെ ഞാൻ അവരോട് വളരെ നന്ദി അറിയിക്കുകയാണ്. കാരണം ഇതിൽ നിന്നൊക്കെ മാറി ഒരുപാട് വലിയൊരു മാറ്റമാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ പുതിയ എഴുത്തുകാർക്ക് തീർച്ചയായിട്ടും വലിയൊരു മോട്ടിവേഷൻ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, താങ്ക് യു സോ മച്ച് അഖിൽ ഹോട്ട് ന്യൂസിൽ വന്ന് അഭിപ്രായങ്ങൾ പറഞ്ഞതിന്.